ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഒരു മന്തിപ്പൂതിയായിരുന്നു. ഉച്ചയായപ്പോൾ തന്നെ മന്തി കഴിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ 3 പേരും കമന്നടിച്ച് അവിടെ കിടന്നു. അങ്ങനെ മന്തി കഴിക്കാനായിട്ട് വെപ്രാളപ്പെട്ട് വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ബുർജൽ മന്തിയിലോട്ട് അങ്ങ് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോഴേ സ്നേഹപ്രകടനമായിരുന്നു മന്തി മേടിച്ച് കൊടുക്കുന്നതിലുള്ള സന്തോഷം. ചെന്ന പാടെ അകത്തോട്ട് തള്ളി ഇടിച്ച് കയറിയെങ്കിലും നമ്മളെക്കാളും സ്പീഡിൽ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഈ തെക്കും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ അങ്ങ് അറ്റം വരെ പോയി. അവസാനം ആ കുക്കിംഗ് സെക്ഷനിലോട്ടായിരുന്നു ചേട്ടൻ കയറിപ്പോയത്. വഴി മാറിപ്പോയതാണ് കേട്ടോ, ഡോറ് മാറിപ്പോയതാണ്, വാഷ് ചെയ്യാൻ പോയതാണ്. വാഷ് ചെയ്തിട്ട് തിരിച്ചിറങ്ങിയിട്ട് പറഞ്ഞു നേരെ വന്ന പടയെ വിട്ടോളാൻ പറഞ്ഞു. ഈ പറയുന്ന ഷവർമയൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടപ്പോൾ നല്ല കൊതിയായി കഴിക്കാൻ. പക്ഷേ എന്തു പറ്റാൻ, അവിടെ സീറ്റില്ലായിരുന്നു. അങ്ങനെ ചെന്ന് കൈ കഴുകി തിരിച്ചു വന്നു. നേരെ മന്തി മനസ്സിലോട്ട് വിട്ടു തയ്ക്കാട്. ഇവിടെയും നല്ല തിരക്കായിരുന്നു. തിരക്കാണെങ്കിൽ പാഴ്സൽ മേടിക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് പോലും ആയില്ല. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ വരുന്നവരുടെ പേരും എത്രയാണ് പേഴ്സൺസ് വരുന്നതെന്നുള്ളതും. അതനുസരിച്ചിട്ട് അവർ തന്നെയാണ് ആ ഡൈനിങ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്തു ഡൈനിങ് സ്പേസ്. ചെന്ന പാടേതാ സ്നേഹപ്രകടനം തീർന്നിട്ടില്ല കേട്ടോ. മന്തി കിട്ടി അത് കഴിച്ച് തീർക്കുന്നത് വരെ ഈ സ്നേഹമായിരിക്കും. അങ്ങനെ മന്തി വന്നു, നമ്മുടെ സൂപ്പറായിട്ടുള്ള മസാല മന്തി. ഞങ്ങൾ മന്തി മനസ്സിൽ നിന്ന് ഇനി മുന്നേയും കഴിച്ചിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ബുർജൽ മന്തിയിൽ നിന്ന് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഭയങ്കര തിരക്കായിരുന്നു, പിന്നെ എങ്ങനെയാണ് കഴിക്കാനാ. എല്ലാ ഞായറാഴ്ചകളിലും ഇങ്ങനെ പുറത്തൊന്നും പോയി കഴിക്കാറില്ല. പക്ഷേ കഴിക്കുന്ന ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. മിക്കവാറും ബിരിയാണിയൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചാണ് കഴിക്കാറുള്ളത്. പക്ഷേ മന്തിയൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ഇടിച്ച് തള്ളി ഓരോ കടകളിൽ കയറി കഴിക്കുന്നതല്ലേ രസം. അതുമല്ല അൺലിമിറ്റഡ് റൈസുമാണ്. ആ പേരിലാണ് ഞങ്ങൾ മന്തി കഴിക്കാനായിട്ട് പോയത്. പിന്നെ പാറോനാണെങ്കിൽ ഹോട്ടലിൽ പോയി ചെന്ന് കഴിക്കുന്നതാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അത് തന്നെ ആയിക്കോട്ടെ, അവളുടെ സന്തോഷം വിചാരിച്ചു. എവിടെ ചെന്ന് കയറിയിരുന്നാലും അവൾ അവിടെ ആ ചെരുപ്പിനെ അങ്ങ് ഊരിയിടും. പിന്നെ നമുക്ക് അവിടുന്ന് ചെരുപ്പിനെയൊക്കെ പറക്കി എടുത്തുകൊണ്ടായിരിക്കും വരേണ്ടത്. അങ്ങനെ ഹാപ്പി ആയിട്ട് മന്തിയും കഴിച്ച് അടിപൊളിയായിട്ട് അവിടുന്ന് ടിഷ്യൂ എടുത്ത് വായും തുടച്ച് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു.